വെൽക്കം ബാക്ക് ടു നിജിഷാസ് ചാനൽ. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. അപ്പോൾ ഇന്ന് എന്താ നമ്മൾ ഉണ്ടാക്കുന്നതെന്നറിയോ? കായും അച്ചിങ്ങയും വെച്ചിട്ട് ഒട്ടും കുഴഞ്ഞു പോകാത്ത രീതിയിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മെഴുക്ക് പുരട്ടിയാണ്. വളരെ സിമ്പിളാണ്, എങ്കിലും ഓൾമോസ്റ്റ് എല്ലാവരും എന്നല്ല, നമ്മൾ കായ മെഴുക്ക് പുരട്ടിയൊക്കെ വയ്ക്കുമ്പോൾ ഒത്തിരി കുഴഞ്ഞു പോകാറുണ്ട്. കുഴഞ്ഞു പോയി കഴിഞ്ഞാൽ എനിക്കിഷ്ടമാണ് ആ ടേസ്റ്റൊക്കെ, പക്ഷേ ചിലർക്ക് നല്ല കഷ്ണം പോലെ തന്നെ കിടക്കുന്ന നല്ല അവിയൽ പരുവത്തിലൊക്കെ കിടക്കുന്ന മെഴുക്ക് പുരട്ടികളൊക്കെയാണ് ഇഷ്ടം. അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു വലിയ കായ എടുത്തിട്ടുണ്ട്. നാട്ടിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ. അപ്പോൾ നല്ല ഫ്രഷ് സംഭവമാണ്. അതുപോലെ തന്നെ കുറച്ച് അച്ചിങ്ങാപ്പയറും എടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ നമ്മുടെ കായ തൊലി അധികം കളയാതെ തന്നെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. വീട്ടിലുണ്ടാകുന്നതാണെങ്കിൽ അധികം തൊലി കളയേണ്ട ആവശ്യമില്ല കേട്ടോ. വെളിയിൽ നിന്ന് മേടിക്കുന്നതാണെങ്കിൽ തൊലി കളഞ്ഞെടുക്കുക. പിന്നെ അച്ചിങ്ങ ഇതുപോലെ അരിഞ്ഞ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ആദ്യമേ തന്നെ നമ്മുടെ കായും അച്ചിങ്ങയും കൂടി ഒന്ന് വേവിച്ചെടുക്കാൻ പോവുകയാണ്. അപ്പം ഞാൻ മെഴുക്കുവരട്ടി ഉണ്ടാക്കുന്ന ചീനച്ചട്ടി തന്നെയാണ് ഇത് വേവിച്ചെടുക്കാൻ പോകുന്നത്. ആദ്യം കായ ഇടുക, അതിന് മുകളിൽ അച്ചിങ്ങ ഇടുക. അതായത് കായ്ക്കാണ് കുറച്ച് വേവ് കൂടുതൽ, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ കായും അച്ചിങ്ങയും ചേർത്ത് അത് മുങ്ങിക്കിടക്കത്തക്ക രീതിയിൽ, ഇനി ഇത്തിരി കുറച്ച് വെള്ളം കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കുറച്ച് വെള്ളത്തിന് അളവ് പറയുന്നില്ല, നിങ്ങൾ കൂടിപ്പോയാലും കുറഞ്ഞു പോയാലും കുഴപ്പമില്ല. നമ്മളിത് വെന്തതിന് ശേഷം വാർത്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇന്നത്തെ നല്ല പോഷകമൊക്കെ കുറഞ്ഞു പോകുമോ അങ്ങനെയുള്ള ഡൗട്ടൊന്നും വേണ്ട. കാരണം ഇന്ന് നമുക്ക് കിട്ടുന്നതെല്ലാം കുറേ വിഷവും കാര്യങ്ങളൊക്കെ ഉള്ളതാണല്ലോ. ഇത് നാട്ടിൻപുറത്തുണ്ടായതാണ്, എങ്കിലും എന്താ പറയുക, നമ്മൾ ഇങ്ങനെയൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് വിഷമില്ലാത്ത പച്ചക്കറികളൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ ഞാനിങ്ങനെ വേവിച്ചിട്ട് ഇതിൻ്റെ വെള്ളം ഊറ്റിയെടുക്കാനായിട്ടാണ് പോകുന്നത്. അപ്പോൾ കായയുടെ വേവ് നോക്കിയാൽ മതി കേട്ടോ. അച്ചിങ്ങയ്ക്ക് അധികം വേവില്ല, പക്ഷെ കാ നന്നായിട്ട് വെന്ത് കിട്ടണം. കുഴഞ്ഞു പോകാനും പാടില്ല. ഒന്ന് നമ്മൾ കൈ കൊണ്ട് ഉടയ്ക്കുമ്പോൾ ഉടഞ്ഞു വരുന്ന രീതിയിൽ നമ്മൾ കായ ഒന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഒത്തിരി കട്ടിയിലല്ല കേട്ടോ കായ അരിഞ്ഞെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് തന്നെ ആയി കിട്ടും. ഒരു 10 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്കിതുപോലെ നന്നായിട്ട് വെന്ത് കിട്ടും. ഇനി നമ്മൾ ഇത് അരിച്ചെടുക്കുകയാണ് ചെയ്യണത്. വെള്ളം ഫുള്ള് കളയാൻ പോവാണ് കേട്ടോ. പിന്നെ ഞാനൊരു 10-25 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ഒരു 2 കഷ്ണം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളിക്കൊന്നും അങ്ങനെ പ്രത്യേക കണക്ക് വയ്ക്കേണ്ട കാര്യമില്ല, കാരണം എത്രത്തോളം കൂടുതൽ ചേർക്കാമോ അത്രത്തോളം ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത് നമ്മളൊന്ന് ചതച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ മെഴുക്കുവരട്ടി വയ്ക്കാനായിട്ട് വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ച് കൊടുത്തിരിക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂണോളമൊക്കെ എടുത്തേക്കുക. നമ്മുടെ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കൂടി നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ചീനച്ചട്ടിയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതിന് കുറച്ച് സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റും കൂടി ഞാൻ ഇതിൽ ചേർക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ഉള്ളിയും വെളുത്തുള്ളിയും നന്നായിട്ട് വഴന്ന് വരണം. ആ ഒരു പച്ച മണമൊക്കെ മാറി നന്നായിട്ടൊരു തളർച്ച വന്ന് തുടങ്ങും. നല്ല മണമാണ് കേട്ടോ. ഇത് വഴറ്റിയെടുക്കുമ്പോൾ ആ വെളുത്തുള്ളി ചതച്ചൊക്കെ ചേർത്തിരിക്കണതുകൊണ്ട് നല്ല മണമാണ്. അപ്പം നമ്മൾ കായും അച്ചിങ്ങയും കൂടി വേവിച്ചിട്ട് ഞാൻ ഇതുപോലെ എടുത്ത് വാർത്ത് അരിപ്പയിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ ഉള്ളി വഴന്ന് വരാൻ കുറച്ച് സമയം എടുക്കും കേട്ടോ. ചതച്ചല്ലേ ഇട്ടിരിക്കുന്നത്, അതുകൊണ്ട് കുറച്ച് സമയം എടുക്കും. നല്ലപോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക. അതിലേക്ക് ഒരു 2 കാര്യങ്ങളും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. ആവശ്യത്തിന് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. എൻ്റെ കയ്യിലിരിക്കുന്ന കുറച്ച് വാടിപ്പോയിട്ടോ, അത് സാരമില്ല. നമുക്ക് കറിവേപ്പില നല്ല നാട്ടിൽ നിന്ന് വന്ന ഫ്രഷോടുകൂടി ഉപയോഗിക്കുകയാണ്. അപ്പം നാട്ടിൽ നിന്ന് വന്നതുകൊണ്ട് വിഷമില്ല എന്നതേ ഉദ്ദേശിച്ചുള്ളൂ. കറിവേപ്പിലയും ചേർത്ത് പിന്നെ ഞാനിവിടെ ചേർക്കുന്ന ക്രഷ്ഡ് ചില്ലിയാണ് കേട്ടോ. അതൊരു 1 ടേബിൾ സ്പൂണോളം ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല എരിവുള്ളതാണ് കേട്ടോ. നല്ല എരിവുള്ള മെഴുക്കുവരട്ടി തന്നെയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ എരിവ് കുറച്ച് മതി എന്നുണ്ടെങ്കിൽ ഒരു 1/2 ടേബിൾ സ്പൂണൊക്കെ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ നമ്മുടെ കയ്യിലിരിക്കുന്ന ചില്ലിയുടെ ആ ഒരു വ്യത്യാസം ഉണ്ടാവും. എൻ്റെ കയ്യിലിരിക്കുന്നതിന് നല്ല എരിവാണ്. അപ്പോൾ 1 ടേബിൾ സ്പൂൺ തികച്ച് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എരിവ് കുറച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചോളുക. അപ്പോൾ നമ്മൾ ഇതും കൂടി ചേർത്തിട്ട് ആ എണ്ണയിൽ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. നല്ല മണമാണ് കേട്ടോ. ഇപ്പോൾ തന്നെ നമുക്ക് സത്യം പറഞ്ഞാൽ കുറച്ച് ഉപ്പും കൂട്ടി ചോറിൻ്റെ കൂടെ കഴിക്കാൻ തോന്നും. ഇങ്ങനെ വഴറ്റിയെടുത്ത് കഴിച്ചവരുണ്ടോ? ഇങ്ങനെയും കഴിക്കാം നമുക്ക്. അപ്പം നമ്മൾ ആ ഉള്ളിക്ക് വേണ്ട കുറച്ച് ഉപ്പ് കൂടി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അങ്ങനെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക.
അപ്പം നമ്മുടെ ആ ഒരു ചതച്ച മുളകും കറിവേപ്പിലയൊക്കെ ചേർത്ത് നന്നായിട്ട് ഒരു പച്ചമണം മാറി വരുന്ന സമയത്ത് നമ്മളിതാ കഴുകിയല്ല വേവിച്ചൂറ്റി വെച്ചിരിക്കുന്ന കായും അച്ചിങ്ങയും കൂടി അങ്ങോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ചില നാട്ടിലൊക്കെ ഈ അച്ചിങ്ങയ്ക്ക് പയറെന്ന് തന്നെ പറയുന്നത് കേട്ടോ, പയർ മെഴുക്കുവരട്ടി എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. നമ്മളിതിനെ അച്ചിങ്ങ മെഴുക്കുവരട്ടി എന്ന് തന്നെയാണ് പറയുന്നത്. പയർ നമ്മൾ ചെറുപയറിനാണ് പയറെന്ന് പറയുക. അപ്പം നമ്മുടെ കായും അച്ചിങ്ങയും ഈ ഒരു കുഞ്ഞുള്ളിയുടെ ആ ഒരു കൂട്ടിൽ കിടന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ചെയ്തെടുക്കാൻ. നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കുകയാണ് വേണ്ടത്. അത് അടച്ചും തുറന്നും ഇടയ്ക്ക് ഇളക്കി കൊടുത്തും അടി പിടിക്കാതെ നമ്മൾ നോക്കണം. അങ്ങനെ ഒരു 3-4 പ്രാവശ്യം ഇങ്ങനെ അടച്ച് വെച്ച് തുറന്ന് ഇളക്കി കൊടുത്ത് അങ്ങനെ ഒരു 3-4 പ്രാവശ്യം ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ഒട്ടും കുഴയാത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ അച്ചിങ്ങ മെഴുക്കുവരട്ടി കിട്ടും. അപ്പോൾ നമ്മുടെ ഈ ചാനൽ നമ്മുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, എന്തെങ്കിലും അപ്ഡേഷൻ വരുത്തണോ, എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണോ എന്നൊക്കെയുള്ളത് കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. റൈറ്റ് സൈഡിലെ ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്ത് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ടൈം തൊട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മൊബൈലിൽ കിട്ടും. അതുപോലെ തന്നെ വീഡിയോ പെട്ടെന്ന് അപ്പം തന്നെ കാണാനും സാധിക്കും. പിന്നെ നിങ്ങളുടെ സിമ്പിൾ റെസിപ്പിയാണ്, ഈസിയാണ് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്ക്, നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ 2-3 പ്രാവശ്യമൊക്കെ തുറന്ന് ഇളക്കി അടയ്ക്കുന്നതൊക്കെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ കുറച്ച് സമയം എടുക്കും കേട്ടോ. ഇത് ഒരു കൃത്യസമയം പറയാനില്ല. നിങ്ങൾക്ക് എത്രത്തോളം മുരിഞ്ഞ് കിട്ടണോ അത്രത്തോളം നിങ്ങൾക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്ത് മുരിച്ചെടുക്കാവുന്നതാണ്. ഞാനൊരു 3-4 പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. നല്ല കുഴയാത്ത നല്ല അടിപൊളിയായിട്ടുള്ള അച്ചിങ്ങ മെഴുക്കുവരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ കുഞ്ഞ് ഒരു അച്ചിങ്ങ മെഴുക്കുവരട്ടിയുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ.